ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ മച്ചാനെ, നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായി ഇപ്പോൾ നടുന്ന ഒരു ചെടിയാണ് ഈ കോളിഫ്ലവറും കാബേജും ഒക്കെ. ഇത് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കുമായിരിക്കും നമുക്ക് കീടരോഗങ്ങളും കൂടെ തന്നെ ആക്രമിക്കുന്നത്. അപ്പോൾ കീടരോഗങ്ങളെയൊക്കെ അകറ്റി നമുക്ക് എങ്ങനെ നമ്മളെ കാബേജും കോളിഫ്ലവറും ഒക്കെ നല്ല സെറ്റാക്കി എടുക്കാമെന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഷെയറുകളുമാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം. അതുപോലെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് മച്ചാന്മാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ക്യാബേജിൽ പുഴു വരുന്നു, അതുപോലെ തന്നെ ഇലകളൊക്കെ വാടി ഒരു സൈഡിലേക്ക് വീഴുന്നു, അതിൻ്റെ തണ്ടുകളുടെ ചുവട് ഭാഗം ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥ, ചെടിയുടെ മൂട് ചീയൽ രോഗം, ഇതിനൊക്കെയുള്ള പ്രതിവിധിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ കൃഷി ചെയ്യുന്നതിന് മുന്നേ, അതായത് മുന്നൊരുക്കം എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ചെടിക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ കൃഷി ചെയ്ത് ഒത്തിരി നല്ലതുപോലെ ചെടിയൊക്കെ വളർന്നു വരുമ്പോഴായിരിക്കും രോഗങ്ങളും കീടങ്ങളും ആക്രമിക്കുന്നതും. അപ്പോൾ നമ്മൾ ക്യാബേജ് കൃഷി ചെയ്യുന്നതിനും കോളിഫ്ലവർ കൃഷി ചെയ്യുന്നതിനും തൊട്ട് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ, ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു 40 ഗ്രാം മുതൽ 50 ഗ്രാം വരെ നമുക്ക് കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി 14 ദിവസം ചെറിയ നനയും കൊടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ ജൈവവളങ്ങൾ ചേർത്ത് നടാവൂ. അത് ഏത് കൃഷിയുടെയും മുന്നൊരുക്കം എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഘടകം അതാണ്. അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ നമ്മൾ ചെയ്ത പണിയെല്ലാം വെറും പാഴ്പണിയായിപ്പോകും. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ മണ്ണ് ശുദ്ധീകരിച്ചതിന് ശേഷം ചെടി നടണമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് വന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഈ കൃഷിയിൽ പ്രധാനമായും വരുന്ന ഒരസുഖമാണ് തൈചീയൽ എന്നൊരസുഖം. അതായത് ചെടിയുടെ ചുവട് ഭാഗം തറനിരപ്പിൽ വെച്ച് തന്നെ ചീഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഇത് വരാണ്ടിരിക്കാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മണ്ണ് നല്ലതുപോലെ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന്. ഈ മൂട് ചീയൽ അസുഖം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? തൈ നടുന്ന സമയത്ത് തന്നെ ചെടിയുടെ വേരുകൾ 75 മില്ലി വെള്ളത്തിൽ 25 ഗ്രാം സൂഡോമോണസ് നല്ലതുപോലെ ലയിപ്പിച്ച ശേഷം അരമണിക്കൂർ ഇതിൽ മുക്കി വെച്ച ശേഷം നടുക. അതുപോലെ 20 ഗ്രാം സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം നമ്മുടെ ചെടിയുടെ തടത്തിൽ നല്ലതുപോലെ കുതിരത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ചെടിയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും അടിഭാഗത്തും ചെല്ലത്തക്ക വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ചെടിയെ ആക്രമിക്കുന്ന മറ്റൊരു കീടങ്ങളാണ് ഈ പുഴുക്കൾ. അത് പലതരത്തിലുള്ള പുഴുക്കളായിരിക്കും നമ്മളെ ചെടിയെ ആക്രമിക്കുന്നത്. ഇതിനെ ചെറുക്കാൻ വേണ്ടിയാണ് അന്യ സംസ്ഥാനങ്ങളിൽ വളരെ സിസ്റ്റമിക് ആയിട്ടുള്ള കീടനാശിനികൾ ഇതിലേക്ക് ചെടിയുടെ വളർച്ചയുടെ തുടക്കം മുതൽ തന്നെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ വെച്ച് നോക്കിയാൽ അധികം പുഴുശല്യങ്ങൾ കാണാറില്ല. അഥവാ ഇതുപോലെ പുഴുശല്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചെടിയുടെ ഇലകളുടെ ഭാഗം മൊത്തം നമ്മൾ അരിച്ച് പറക്കി നോക്കി അതിലേതെങ്കിലും ഒരു ഇലയിൽ പുഴുവുണ്ടെങ്കിൽ അതെല്ലാം നശിപ്പിച്ച് കളയണം. അതുപോലെ തന്നെ ഈ പുഴുക്കളുടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറഞ്ഞാൽ, പകൽ സമയങ്ങളിൽ ചെടിയുടെ ഇലയുടെ അടിയിലോ അതുപോലെ തന്നെ മണ്ണിലിട്ടിരിക്കുന്ന പൊതയിലോ ഒളിച്ചിരിക്കും. എന്നിട്ട് രാത്രി സമയങ്ങളിലാണ് ചെടിയുടെ ഇലകളെ ഇത് ആഹാരമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പുഴുക്കളെ തുരത്താനുള്ള ഒരു ജൈവ കീടനാശിനി എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം, അല്ല എന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ എമർഷൻ. അതായത് 5 മില്ലി വേപ്പെണ്ണ, ഒരു ഷാമ്പു. ഇത് 1 ലിറ്റർ വെള്ളം എടുത്ത ശേഷം 5 മില്ലി വേപ്പെണ്ണ അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒരു ചെറിയ ഷാമ്പു പൊട്ടിച്ച് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടിയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ചുവട് ഭാഗത്തും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് പാടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലായനി കിട്ടും. ഇത് വാങ്ങിയ ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 10 മില്ലി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പുഴുക്കളുടെ ശല്യം കാണുന്നു എന്നുണ്ടെങ്കിൽ
പുഴുക്കളെ മൊത്തത്തിൽ പെറുക്കിയെടുത്ത് നമ്മൾ നശിപ്പിച്ച് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായും നമ്മളെ ചെടികളെ ഓരോന്നോരോന്നായിട്ട് നശിപ്പിക്കും. ആദ്യം ഇതുപോലെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ കീടനാശിനി ഇതിലേക്ക് പ്രയോഗിക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ കോളിഫ്ലവറിലും ക്യാബേജിലും ഒക്കെ കൊടുക്കേണ്ട ജൈവ വളങ്ങളുടെ രീതി എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ ഒരു തവണ നമ്മൾ ജൈവവളം കൊടുത്തിരിക്കണം. അത് ഒരാഴ്ചയിൽ ഒരു ദിവസം തിരഞ്ഞെടുക്കുക. എല്ലാ ആഴ്ചയിലും ആ ദിവസം തന്നെ ഇതുപോലെ പൊടിഞ്ഞ കാലിവളം നമുക്ക് ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ചാക്കുകളിലും മറ്റും വാങ്ങിക്കുന്ന ചാണകപ്പൊടി, ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, ഇതിനെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് തട്ടിയിട്ട ശേഷം കുറച്ച് വെള്ളം കുടഞ്ഞ് ചെറിയൊരു പുട്ടിൻ്റെ നനവിൽ ഒരു 3-4 ദിവസം വെച്ചേക്കണം. അതിനുശേഷം മാത്രം, അതായത് അതിനൊരു ചൂടുണ്ട്, ആ ചൂട് തീർന്നതിന് ശേഷം മാത്രം ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ചെടിയുടെ പിഞ്ച് വേരുകളൊക്കെ ചീഞ്ഞളിഞ്ഞ് നശിച്ചു പോകും. അതുപോലെ തന്നെ നമ്മൾ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, അതുപോലെ തന്നെ കോഴിക്കാഷ്ടം, അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടം, ഇവയൊക്കെ മാറിയും തിരിഞ്ഞും ഓരോ ആഴ്ചയിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാബേജ് ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നു വരും. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് പൊടിഞ്ഞ കാലിവളങ്ങൾ കിട്ടാനില്ല എങ്കിൽ നമുക്ക് രാസവളം ഉപയോഗിക്കാം. രാസവളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫാക്ടംബോസും പൊട്ടാഷും ഉപയോഗിക്കാം. ഇത് നമുക്ക് നമ്മുടെ ചെടി നട്ട് ഒരു 2 ഇല പ്രായമാകുമ്പോൾ തൊട്ട്, അതായത് വേരോട്ടമൊക്കെ നല്ലതുപോലെ വന്നതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലേക്ക് 5 ഗ്രാം പൊട്ടാഷും അതുപോലെ തന്നെ 10 ഗ്രാം ഫാക്ടംബോസും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ചെടിക്ക് എന്ന അളവിൽ നമുക്ക് കൊടുക്കാം. ഇത് ചെടിയുടെ ആദ്യ വളർച്ചാ ഘട്ടത്തിലാണ് ഇങ്ങനെ നമ്മൾ നൽകേണ്ടത്. എന്നാൽ ചെടി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്ന് ഉഷാറായി വളർന്നതിന് ശേഷമാണെങ്കിൽ അത് നേരെ തിരിച്ചും കൊടുക്കണം. അതായത് 10 ഗ്രാം പൊട്ടാഷും 5 ഗ്രാം ഫാക്ടംബോസും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. ഇത് എല്ലാ ആഴ്ചയിലും നമ്മളെ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചെടിയിൽ നിന്ന് നല്ല ഉൽപ്പാദനം കിട്ടും. അല്ലാതെ 2-3 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിൽ ഇതുപോലെ രാസവള പ്രയോഗം നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയ വിളവൊന്നും ലഭിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുക. ആ ദിവസം ഇതുപോലെ വളപ്രയോഗം ചെയ്യുക. അത് ജൈവവളമായാലും ശരി, രാസവളമായാലും ശരി. ചെടികൾ നല്ല കരുത്തോടെ വളർന്നു വന്നാൽ മാത്രമേ ചെടികൾക്ക് കീടരോഗബാധകൾ കുറച്ച് നല്ല ആരോഗ്യത്തോടെ അതിന് വളർന്നു വരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ക്യാബേജിനും കോളിഫ്ലവറിനും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് നിമാവിരയുടെ ആക്രമണം. ഇത് വന്നാൽ ചെടി തനിയെ വാടിക്കരിഞ്ഞു പോകും. അത് നമുക്ക് ചെടിയെ പിഴുതു നോക്കുമ്പോൾ ചെടിയുടെ വേരുകളിൽ ഒരു ചെറിയ ഉണ്ടയായിട്ട് ചെറിയ കട്ടി പോലെ കാണും. അത് യാതൊരു കാരണവുമില്ലാതെ ചെടി കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മളെ ചെടിയുടെ വേരുപടലത്തെയാണ് ഏറ്റവും കൂടുതലായി നിമാവിരകൾ ആക്രമിക്കുക. അപ്പോൾ നമ്മുടെ ചെടിയുടെ വേരുപടലത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ കീടനിയന്ത്രണവും ഉണ്ടാവേണ്ടത്. അതിനായി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 20 ഗ്രാം സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മളെ ചെടിയുടെ വേരുപടലത്തിൽ എത്തത്തക്ക വിധം മണ്ണ് കുതിർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ട്രൈക്കോഡർമ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതും 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിയുടെ ചുവട്ടിൽ വേരുപടലത്തിൽ കിട്ടത്തക്ക വിധത്തിൽ ചുവട്ടിലേക്ക് നനച്ചു കൊടുക്കുക. ഇതും നിമാവിരയ്ക്കെതിരെയുള്ള ഒരു കൺട്രോൾ മെഷർ ആയിരിക്കും. അതുപോലെ തന്നെ വാമ്, അതായത് വെസിക്കുലർ ആർബസ്കുലർ മൈക്രോറൈസി എന്നറിയപ്പെടുന്ന ഈ ഒരു സാധനം നമുക്ക് വളക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും, ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് അവർ പറഞ്ഞു തരും. ഇത് 1 ടീസ്പൂൺ നമ്മളെ ചെടിയുടെ വേരുപടലത്തിന് മുകളിലായിട്ട് മണ്ണിലേക്ക് വിതറി കൊടുത്താലും നമുക്ക് നിമാവിരയെ തുരത്താം. അതുപോലെ തന്നെ ഒരു ചെടിക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ചെടിക്കും, കൂട്ടത്തിലുള്ള എല്ലാ ചെടിക്കും നമ്മൾ ഇതുപോലെ സൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിലോ ചെടികൾക്ക് കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ ചെടികളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ട്രൈക്കോഡർമയും അതുപോലെ തന്നെ നമ്മളെ വാമും ഇതൊക്കെ സൂഡോമോണസൊക്കെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിത്ര കീടനാശിനിയാണ് ഈ
ട്രൈക്കോഡർമ. ഇതൊക്കെ നമ്മളെ കൃഷിയെ നശിപ്പിക്കാൻ വരുന്ന കീടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ മണ്ണിൽ തന്നെ ഒരു ചെറിയ സെക്യൂരിറ്റി ഫോഴ്സ് പോലെ മണ്ണിൽ നിലയുറപ്പിക്കും. അതായത് മറ്റ് കീടങ്ങളെ മണ്ണിലേക്കും നമ്മളെ ചെടിയിലേക്കും അടുപ്പിക്കാത്ത വിധം സംരക്ഷിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചയും ആര്യവേപ്പിൻ്റെ ഇലയും സമം ചേർത്ത് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കുന്നതും നമ്മളെ ചെടിയെ ആക്രമിക്കാൻ വരുന്ന നിമാവിരകളെ അകറ്റാൻ ഇത് ഒരുപാട് സഹായിക്കും. അത് നമ്മൾ സൂഡോമോണസ് ലായനി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും ശരി, നമ്മൾ ഈ പച്ചിലയിട്ട് പുതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് നമ്മുടെ മണ്ണിൽ ജൈവവളങ്ങളുടെ അളവ് കുറഞ്ഞു പോയാലും ഈ നിമറ്റോഡിൻ്റെ ആക്രമണം കൂടാം. അതുകൊണ്ട് കഴിവതും പൊടിഞ്ഞ കാലിവളങ്ങൾ നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നമ്മളെ കോളിഫ്ലവറിൻ്റെ പൂക്കളിൽ ഒരു കറുത്ത കുത്തായിട്ടൊരു പാച്ചസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളണം നമ്മളെ മണ്ണിൽ ബോറോണിൻ്റെ കുറവാണ്. അതിനുവേണ്ടി നമുക്ക് ബോറാക്സ് ചേർത്ത് കൊടുക്കണം. ഇത് ഒട്ടുമിക്ക വളക്കടകളിലും നമുക്ക് ലഭ്യമാണ്. അതായത് 250 ഗ്രാമിന് 60 രൂപയാണ് ഇതിൻ്റെ വില. ഇത് 8 ഗ്രാം വരെ നമുക്ക് ഒരു ചെടിയുടെ ചുവട്ടിൽ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയിലോ മറ്റോ ചേർത്തിളക്കിയും കൊടുക്കാം. അല്ല എങ്കിൽ സോലുബോർ 1.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിയുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചെടിയെ നല്ലതുപോലെ സംരക്ഷിച്ച് നല്ല വിളവ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഓരോ ഷെയറുമാണ് ഈ ചാനലിൻ്റെ വിജയം. അപ്പോൾ ഇനിയും ഒരു കാർഷിക വീഡിയോയുമായി നമുക്ക് കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.